അത് ചിരിപ്പിക്കുകയും വേണം, അതേ ആ പ്രഷർ ഇവിടെയാണ് സാർ, അതേ പ്രഷർ കണ്ടിന്യൂ ചെയ്യുകയും വേണം. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് സാർ? അത് എപ്പോഴും ഒരു ഡയറക്ടറുടെ കയ്യിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ് കൂടി സെയിം ഡയറക്ടർ ചെയ്യുമ്പോൾ അതൊക്കെ ആയിരിക്കാം അതിൻ്റെ സക്സസ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് എഴുതുന്നത് ഇപ്പോൾ എന്താ പറയുക, രഘുനാഥ് പലേരി സാറൊക്കെ എഴുതിയിട്ടുള്ള അന്നത്തെ സിനിമകളിൽ ഒരു വാക്കുകൾ പോലും മാറ്റി വെക്കേണ്ടി വരില്ല. അപ്പം അങ്ങനെ ഇതിനകത്തൊരു ഹിഡൻ, സാർ നേരത്തെ പറഞ്ഞതാണ്, പകുതി കഥ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. പകുതി കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബാക്കി പറയണമെന്നില്ല, എന്നാ തുടങ്ങുന്നത്, നമുക്കിതിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് വേണം, ഉർവശി ഒന്ന് ചോദിക്കാൻ നോക്കാറുണ്ട്. പുള്ളി പറഞ്ഞു ഓൾറെഡി ഉർവശി എടുത്താണ് സംസാരിച്ചത്, ഉർവശി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഉർവശി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പാണ്ഡ്യരാജ് സാറിൻ്റെ സിനിമ കേട്ടോ വെച്ചു. കേട്ടു, ആ കഥ ഒന്നുകൂടി പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിപ്പോഴല്ലേ കേട്ടത്, ഇന്നലെയല്ലേ കേട്ടത്, പിന്നെ എന്താ എൻ്റെ അടുത്ത് പിന്നെയും പറയുന്നത്? അല്ല, എൻ്റെ അടുത്ത് ആരോ ഒന്ന് 2-3 കഥ പറഞ്ഞു, അതിൽ ഏതാണ് പാണ്ഡ്യരാജ് സാർ പറഞ്ഞ കഥ, ഒന്നുകൂടി പറയുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കഥ അങ്ങോട്ട് ഓക്കെ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. ഇതിനകത്തൊന്നും ഹ്യൂമർ ചെയ്യേണ്ടി വന്നില്ല, എല്ലാം അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹ്യൂമർ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും. സാനിമാസ്റ്റർ